യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ ഒന്നിക്കുന്ന യൂറോപ്യൻ സൂപ്പർ ലീഗ് പദ്ധതി റദ്ദാക്കി യുഎഫയുമായുള്ള തർക്കം അവസാനിപ്പിച്ച് പദ്ധതിയിൽ നിന്നും പിന്മാറി റയൽ മാഡ്രിഡ്. റയലുമായുള്ള നിയമ നടപടികൾ യുഎഫ അവസാനിപ്പിക്കും. യൂറോപ്യൻ ഫുട്ബോളിന്റെ ഭാവിക്ക് വേണ്ടി തീരുമാനമെന്ന് യുഎഫ വ്യക്തമാക്കി. ഒഴിവാക്കുന്നത് റയലും ബാഴ്സയും അടക്കം യൂറോപ്പിലെ 12 മുൻനിര ക്ലബ്ബുകൾ ഒരുമിച്ച് പ്രഖ്യാപിച്ച പുതിയ ടൂർണമെന്റാണ്. AFC കപ്പിൽ ആദ്യപാദ പ്രീ ക്വാർട്ടറിൽ അൽ നസറിന് ജയം. തുർക്ക്മെനിസ്ഥാൻ ക്ലബ്ബ് അർക്കഡാഗിനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജയമുണ്ടായത്. തുടർച്ചയായ മൂന്നാം മത്സരത്തിലും സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചില്ല. റൊണാൾഡോയ്ക്ക് വിശ്രമം അനുവദിച്ചതിനെ തുടർന്നാണ് തുർക്ക്മെനിസ്ഥാൻ ക്ലബിനെതിരെ കളിക്കാതിരുന്നതെന്നാണ് റിപ്പോർട്ട്. കോപ്പ ഡെൽ റേയിൽ ആദ്യപാദ സെമി പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സൂപ്പർ പോരാട്ടത്തിൽ ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും. രാത്രി 1:30 അത്ലറ്റിക്കോ തട്ടകത്തിലാണ് മത്സരം. മാർക്കസ് റാഷ്ഫോർഡ് അത്ലറ്റിക്കോയ്ക്കെതിരെ കളിക്കില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കുതിപ്പ് തുടരാൻ ആഴ്സണൽ ഇന്ന് ഇറങ്ങും. ബ്രെൻഫോർഡാണ് എതിരാളികൾ. ബ്രെൻഫോർഡ് തട്ടകത്തിൽ രാത്രി 1:30 മത്സരം. വിക്ടോറിയ ഒക്കർസും ഗബ്രിയൽ മാർട്ടിനെല്ലിയും ഗണ്ണേഴ്സിനായി ആദ്യ 11-ൽ കളത്തിലുണ്ടാകും. ബ്രസീലിയൻ ലീഗിലെ പുതിയ സീസണിൽ ആദ്യ ജയം തേടി സൂപ്പർ താരം നെയ്മാറിന്റെ സാന്റോസ് നാളെ ഇറങ്ങും. അത്ലറ്റിക്കോ PR ആണ് എതിരാളികൾ. ശസ്ത്രക്രിയ പൂർത്തിയാക്കി ടീമിനൊപ്പം ചേർന്ന നെയ്മാർ സാന്റോസിനായി കളത്തിൽ ഇറങ്ങിയേക്കും എന്നാണ് റിപ്പോർട്ട്. നാളെ പുലർച്ചെ 3:30 മത്സരം.